എണീക്കടി വാ. അതൊക്കെ കുഞ്ഞു കിടന്നുറങ്ങുന്നു. അവള് കിടന്നുറങ്ങട്ടെ, നീങ്ങ വാ. നിനക്ക് ഞാൻ വന്ന് പറഞ്ഞാലേ എഴുന്നേക്കാൻ അറിയാവൂ. ഞാൻ വന്ന് പറഞ്ഞാൽ നിനക്ക് എഴുന്നേക്കാൻ അറിയാവോ? ഞാൻ നിന്റെ അടുത്ത് വന്ന് പറയണം എഴുന്നേക്കാൻ, അല്ലേടി? എനിക്കൊന്ന് അറിയണമല്ലോ. ഓക്കെ, എന്നെ കണ്ട എഴുന്നേക്കാൻ പറ്റില്ല. എഴുന്നേക്കാൻ പറ്റില്ല. കിരു, മോളെ കിരു, മക്കളെ ജോലിയിലാണ്. ആ എഴുന്നേറ്റോ? ഇന്നലെ എന്തായിരുന്നു മേള രാത്രി? നീ എന്താ എന്നെ സഹായിക്കാൻ വിളിക്കാത്ത? എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാ. ഏട്ടാ സമയം നോക്കിയേ. ഇന്നല്ലേ ഉഷേച്ചിട്ട് ഇവിടെ പ്ലംബിംഗ് പണിക്ക് ചെല്ലാന്ന് പറഞ്ഞേ. ഞാൻ മറന്നു. എന്നാലും നിന്നെ സഹായിക്കാൻ ഞാൻ എങ്ങനെ പോകും? എന്റെ മോളുടെയും കാര്യം നീ അല്ലേ ഒറ്റയ്ക്ക് നോക്കുന്നത്. നീ ആയോണ്ടാണ്. ഞാനായതുകൊണ്ട് തന്നെ കുടിച്ചാൽ ഞാൻ ആരെന്ന് പോലും ഓർമ്മ കാണൂല, അത്ര സ്നേഹോ. അത് പിന്നെ കിരു, ഞാൻ ഈ പണിയുടെ ക്ഷീണമൊക്കെ പോവാൻ വേണ്ടി അടിക്കുന്നതല്ലേ. നിനക്കും അറിയാലോ, 2 എണ്ണം അടിച്ചാലേ എനിക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. അതെ അതെ, എനിക്കിട്ട് 2 എണ്ണം തന്നാലായിരിക്കും. പൊന്നെ ചക്കര, നീ പിണങ്ങല്ലടാ. എടാ, ഭർത്താക്കന്മാരായ ഇങ്ങനെ ഇടയ്ക്ക് 2 എണ്ണമൊക്കെ അടിക്കും. നിന്ന് കൊഞ്ചണ്ട, പോയി കുളിച്ചിട്ട് വാ. എന്നാ പിന്നെ ഞാൻ ഇപ്പൊ ഒരു സത്യം ചെയ്യാം. ഇന്ന് ഞാൻ കുടിക്കൂല. അത് മാത്രമല്ല, ഇന്ന് വൈകുന്നേരം നമ്മൾ പുറത്തുനിന്ന് ആയിരിക്കും. ഇതൊക്കെ ഞാൻ കൊറേ കേട്ടതാണ്. വെറുതെ നടക്കാത്ത കാര്യത്തിന് വാഗ്ദാനം തരണ്ട. എന്റെ പൊന്നാണ്, നമ്മുടെ ചക്കര കൊച്ചാണ് സത്യം. ഇന്ന് കുടിക്കൂല, നമ്മൾ പുറത്തു പോകും. ശരി ശരി, പോയി കുളിക്കും. ശരി. ഇന്നേ അച്ഛൻ പണി കഴിഞ്ഞ് വന്നിട്ടേ നമ്മളൊന്ന് പുറത്തു പോകും. നോക്ക് എന്തൊക്കെ മേടിക്കാണ്ടെന്ന് പറഞ്ഞില്ലേ, അത് മേടിക്കാം. പറ്റുമെങ്കിൽ ഒരു സിനിമയും കാണാം. ശരിക്കും? ശരിക്കും. അതോ അച്ഛൻ ഇന്നും പറ്റിക്കോ? ഇന്ന് അച്ഛൻ പറ്റിക്കത്തില്ല, നമ്മൾ പുറത്തു പോകും. ഹാപ്പി ആയോ? എവിടെ പോ ഒരുങ്ങിയിരിക്കുന്നു രണ്ടുപേരും കൂടെ? ചേട്ടനല്ലേ പറഞ്ഞത് വൈകിട്ട് പുറത്തു പോവാന്ന്? ഞാനല്ല, നിന്റെ മറ്റവനായിരിക്കും പറഞ്ഞത്. ചേട്ടൻ രാവിലെ പറഞ്ഞില്ലേ മോളെയും കൊണ്ടൊന്ന് പുറത്തു പോവാന്ന്? മറ്റേ മോളെ, കൊച്ചിന്റെ ഫ്രണ്ട് വെച്ച് കള്ളം പറഞ്ഞോളൂ, നിന്റെ മണ്ട അടിച്ച് പൊടിച്ചോളാം ഞാൻ, കേട്ടല്ലേ? അവള് പറയണ്, ആര് പറഞ്ഞി പുറത്തു കൊണ്ടുപോകാന്ന്? വല്ലവനും പറഞ്ഞിട്ടുണ്ടെങ്കിലേ നീ വേണം, എന്റെ മോളെ കൂടെ കൊണ്ടുവരുത്. ഞാൻ എവിടെ പോവാനാ? നിങ്ങളോടൊപ്പം അല്ലേ പോവാന്ന് പറഞ്ഞേ. വഴി തോന്നൊക്കെ വിളിച്ചു പറയുന്ന അവള്. നിങ്ങൾ എന്തോന്നാ പറയുന്നേ? പാടിക്കുന്ന കൊച്ചിന്റെ ഭാവി കളയാൻ. നിങ്ങൾ സത്യം ഇട്ടിട്ട് പിന്നെയും തെറ്റിച്ചല്ലേ? നിങ്ങൾ ഇനി കുടിക്കില്ല എന്നല്ലേ പറഞ്ഞത്? എടീ, ഞാൻ പണിയെടുത്ത 2 എണ്ണം ഞാൻ അടിക്കും. ഞാൻ അധ്വാനിക്കുന്ന പൈസ അടിക്കാനല്ല, നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല. അവള് ഉപദേശിക്കാൻ നിൽക്കുന്നു. ചേട്ടൻ കുഞ്ഞിനെ കൊണ്ട് സത്യം ഇട്ടതല്ലേ? കൊച്ചിന് മുമ്പ് കള്ളം പറഞ്ഞോണ്ടല്ലോ. പാടിക്കണം, കൊച്ചിന്റെ ഭാവി കളയാതെ. നിന്നെ പോലെ തിണ്ണരങ്ങി കിടക്കണ കൊച്ചല്ല, അതെന്റെ പിന്നെ മോളാണ്, മനസ്സിലായേ? അവളെല്ലാം പഠിച്ചിട്ട് അച്ഛനെ കാത്തിരുന്നത്. കൊച്ചിനെ വിളിച്ചോണ്ട് അകത്തോട്ട് പോടി. അവൾ ഇവിടെ നിൽക്കണ്. ഒരു ദിവസം പണിയെടുത്ത് കുറച്ച് നേരത്തെ വന്ന് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാന്ന് വന്നപ്പോ അയാൾക്ക് പുറത്ത് പോവാം, പുറത്ത്. അത് കൊച്ചിനെ കണ്ട് നാട് നിരങ്ങാൻ എന്തായാലും വായില് പറഞ്ഞോണ്ടല്ലോ. കേറി പോടി. ഞാൻ പറഞ്ഞില്ല അച്ഛൻ പറ്റിക്കൂന്ന്, എനിക്കറിയായിരുന്നു. അച്ഛൻ പറ്റിച്ചതല്ല മോളെ, അച്ഛൻ കുടിക്കുമ്പോ അല്ലേ ഇങ്ങനെയുള്ളൂ. ഇത് എത്ര വട്ടമായി? അച്ഛൻ കുടിക്കുമ്പോ മറന്നുപോയിട്ടാ, അല്ലാതെ മോളോടും അമ്മയോടും ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. പോട്ടെ. എന്താ കണ്ണട നിരങ്ങി ഒന്നും ഉണ്ടാക്കിയില്ലേ? ഓ,
അവളെ മറ്റവനോടെ പോവാളെ നിൽക്കുവാണ് എന്റെ കൊച്ചിനെ കൊണ്ട്. എടി വിശക്കുന്നു, വല്ല ഉണ്ടോ ഇവിടെ? ഇന്ന് വേണി മിണ്ടാത്ത ഇതിന് വായിക്കാത്ത എന്തെങ്കിലും തിരികെ വെച്ചേക്കുന്നു? പുറത്തു പോണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എടി നിനക്ക് പല ബിസിനസ്സും കാണും, അതെനിക്കറിയാം. എന്നും വെച്ച് എനിക്ക് എന്റെ പിള്ളേക്കും വല്ലതും കഴിക്കണ്ടേ? നിന്റെ ഈ തടി ഉണ്ടല്ലോ, അത് എന്റെ അധ്വാനമാണ്, എന്റെ അധ്വാനം. നീ വേറെ വല്ലവന്റെ ചെലവിൽ ജീവിക്കാൻ പോകുമ്പോ നിന്റെ അഴിഞ്ഞാട്ടം അത് മതി. ഇപ്പൊ അത് വേണ്ട. 10 മിനിറ്റിനുള്ളിൽ എനിക്ക് ഇവിടെ ഭക്ഷണം വേണം, മനസ്സിലായല്ല? മേശപ്പുറത്ത്, അല്ലെങ്കിൽ മോളെ നിന്റെ പുറം ഞാൻ പൊളിക്കുന്നു, കേട്ടല്ലേ? പറയടി വിശേഷങ്ങള്. ഞാൻ വീട്ടിൽ വെച്ചപ്പോ അപ്പച്ചി പറഞ്ഞായിരുന്നു എന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞെന്ന്. അല്ല, ബാഗ് ആയിട്ട് നീ എങ്ങോട്ട് പോകുന്നത്? ഞാനിവിടെ നിക്കാൻ വന്നതാ ചേച്ചി. ചേച്ചിക്ക് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ച്, അതാ ഞാൻ പറയാതിരുന്നേ. ഇവിടെയോ? എന്താ ചേച്ചി? അതല്ലടി, ഇവിടെ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാ. ഞാൻ കൊട്ടാരത്തിൽ നിന്നല്ലല്ലോ ചേച്ചി വരുന്നത്. അതൊന്നും കുഴപ്പമില്ല, എനിക്ക് വീട്ടിൽ നിന്ന് ബോറടിക്കും. അല്ല മോളെ, ഇവിടെ ചേട്ടനെ രാത്രി 2 അടിക്കുന്ന പതിവുണ്ട്, അതാ ഞാൻ. അതൊന്നും കുഴപ്പമില്ല ചേച്ചി, ഇന്നത്തെ കാലത്ത് ആരാ 2 അടിക്കാത്തത്? ഓവറാക്കാതിരുന്നാ മതി. എന്തായാലും നീ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. ചേച്ചി കൊണ്ടുവന്ന കളിപ്പാട്ടം നമുക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ചേച്ചി എന്നാ തിരിച്ചു പോണേ? ഞാൻ പോണില്ല, ഞാൻ മോളോട് നിക്കാൻ വന്നയാ. ഇവിടെയോ? ഇവിടെ. എന്തേ? അമ്മ ഒന്നും പറഞ്ഞില്ലേ? രാത്രി വെച്ച ഒരു ഭൂതമായിട്ട് മാറും. അമ്മ ചേട്ടൻ 2 ഗ്ലാസ് അടിക്കുമെന്ന് പറഞ്ഞിരുന്നു, അതല്ലാതെ ഇപ്പൊ എന്താ? 2 ഗ്ലാസോ? അച്ഛൻ 10 ഗ്ലാസ് വരെ അടിക്കും. അച്ഛൻ മുള്ളു കൂടിയനാ. രാത്രി അമ്മ എടുത്തിട്ട് തല്ലും. അടിയും ചവിട്ടും, കൈ കിട്ടുന്ന സാധനങ്ങൾ എടുത്ത് എറിയുകയും. ഇവിടെ ഒരു സമാധാനമില്ല. ഈശ്വരാ, ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യോ? ചേച്ചി, ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? ചേട്ടൻ ചെറിയ കുടിയനല്ലേ, മുഴു കുടിയനാ? എടി അത് എന്താ ചേച്ചി ഇതൊക്കെ? അയാൾ ചേച്ചി അടിക്കുവോ? എടി, ഇതൊക്കെ ഒരു കുടുംബ ജീവിതത്തിൽ ഉള്ളതല്ലേ ചേച്ചി. ഞാനൊരു സോഷ്യൽ വർക്ക് സ്റ്റുഡന്റാ. ഞാൻ പല കുടുംബങ്ങളിലും പോയിട്ടുണ്ട്. അവിടെ ഭാര്യ തല്ലുന്നത് കുടുംബത്തിന്റെ ഭാഗമൊന്നും അല്ല. എന്നോട് ഇതൊക്കെ പറഞ്ഞതാരെന്നറിയോ? നമ്മുടെ മോള്. ഇതൊക്കെ കണ്ടും കേട്ടും ജീവിക്കുന്ന അവളുടെ ലൈഫ് എന്താവും ചേച്ചി ചിന്തിച്ചിട്ടുണ്ടോ? എടി, ഇതൊക്കെ നിനക്ക് ഇപ്പൊ തോന്നുന്നതാ, കല്യാണം കഴിയുമ്പോ നിനക്ക് മനസ്സിലായിക്കോളും. പിന്നെ ഭർത്താവിന്റെ ചെറിയ ചെറിയ തെറ്റുകൾ ക്ഷമിക്കാൻ നീയും പഠിക്കും. ചെറിയ തെറ്റോ? ഇതോ? ചേച്ചിക്ക് അറിയില്ല ചേച്ചി എന്ത് വലിയ തെറ്റായി ചെയ്യുന്നേന്ന്. അല്ലെങ്കിൽ തന്നെ ഞാൻ അയാളെ കളഞ്ഞിട്ട് എവിടെ പോവാനാ? എന്റെ മോളുടെ ജീവിതം എന്താവും? ഇതൊക്കെ ചേച്ചിയുടെ തോന്നല. ഇതൊക്കെ മനസ്സിലാക്കണ ഒരു ദിവസം വരും, നോക്കിക്കോ. കിരു, മോളെ കിരു, ഇന്ന് പണിയില്ലേ ഏട്ടാ? ഇന്ന് ഞാൻ പോയില്ലടാ. പണി ഉണ്ടെങ്കിൽ ഞാൻ പോകുന്നില്ല, നിനക്ക് വയ്യല്ലോ. അപ്പൊ കുഞ്ഞോ? അവളെ ഞാൻ ക്ലാസ്സിൽ കൊണ്ടാക്കാൻ പോകുന്നു. തിരിച്ചു വരുമ്പോ നിനക്ക് വല്ലതും വാങ്ങിച്ചോണ്ട് വരണോ? എനിക്ക് വല്ലാത്ത ദേഹം വേന. ചേട്ടാ ഒരു ബാം വാങ്ങിച്ചോണ്ട് വരുമോ? ശരി, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. പിന്നെ വരുന്ന വഴിക്ക് പേരക്കയുടെ ഇലയും കൂടെ ഞാൻ പറിച്ചോണ്ട് വരാം. അത് നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് ദേഹം കുളിച്ചു കഴിഞ്ഞാൽ ഈ വേദനയൊക്കെ അങ്ങ് പോവും. പിന്നെ കുഞ്ഞിനെ നോക്കി കൊണ്ടുപോകണം. അത് പിന്നെ നീ എടുത്തു പറയണോ? നീയും മോളും എൻ്റെ 2 കൃഷ്ണമണി പോലെയല്ലേ, ഞാൻ നോക്കിക്കോളും. മോളെ ഞാൻ ശ്രീകുട്ടി ക്ലാസ്സിലാക്കിയിട്ട് വരാം. വരുമ്പോ നിനക്കൊല്ലം വാങ്ങിച്ചോണ്ട് വരണോ? വേണ്ട. ശരി. കണ്ടോ നീ, രാവിലെ ഇതാണ് ചേട്ടൻ, രാത്രി കുറച്ചു നേരത്തെ പാടേ ഉള്ളൂ. ജീവിതാവസാനം വരെ ഈ രാവിലത്തെ സ്നേഹം മാത്രമേ കാണൂ. ചേച്ചി കിടന്ന് അനുഭവിക്കത്തേ ഉള്ളൂ. അതൊക്കെ മാറൂടി, മോളും വളർന്നു വരെയല്ലേ. അവക്കാണെങ്കിൽ അച്ഛനില്ലാതെ അതൊന്നും ശരിയാവില്ല. കള്ളം കുടിച്ച് നടക്കുന്ന സമയത്ത് ഡോറിനൊരു കുറ്റി വെച്ചോളി. ചേച്ചി, ചേച്ചി, ഞാൻ കുളിക്കാൻ പോവാണേ. ഈ ഡോറിന്റെ കുറ്റി അടയുന്നില്ല, ഞാൻ ചാരി ഇട്ടേക്കോ, ഒന്ന് നോക്കിക്കോണേ. ആ മോളെ, നീ കേറിക്കോ, അവിടെ കാര്യം വരില്ല. ശരി ചേച്ചി. ഇറങ്ങി പോയി.
ഇറങ്ങി വരാ ഇങ്ങോട്ട്. അവള് എനിക്കെതിരെ വീട്ടിൽ വരയോട്ടെ. എന്താ? നീ നിന്റെ വീട്ടിൽ പരാതി പറയാറായി അല്ലേ? നീ എന്താണ് ഈ വിചാരിച്ചേ? നിന്റെ അമ്മ എന്നെ മൂക്കി കയറ്റുമെന്നാ? അമ്മച്ചിയുടെ ഒരു സ്നേഹം. ചേട്ടാ ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ആരാടി പറഞ്ഞത്? നിന്റെ മറ്റവനാ? ഞാൻ കുടിച്ചിട്ട് വന്നത് നിന്നെ ഭയങ്കര ഉപദ്രവമാണ് അത്രേ. നാട്ടുകാർ മൊത്തം കാണയല്ലേ, അവരാരെങ്കിലും വിളിച്ച് പറഞ്ഞതായിരിക്കും. എടി ആർക്കാടി നിന്നോട് ഇത്ര സ്നേഹം? എനിക്കൊന്ന് അറിയണം. നിന്റെ വേദന കേൾക്കാനും കാണാനും ആണുങ്ങൾ ഇവിടെ അങ്ങനെ വരി വരിയായിട്ട് നിൽക്കുകയല്ലേ? അതൊക്കെ പറ, കുഞ്ഞു ഉറങ്ങുകയാണ്, അവള് കേക്കും. അവളും കേക്കട്ടെ, അവളും കേക്കട്ടെ. അവളുടെ അമ്മയുടെ തനിക്കണം. കൊച്ചിറങ്ങുകയാണെങ്കിൽ ബാത്റൂമിൽ നിന്ന് ശബ്ദം എന്തുവാടി? ആരാടി ബാത്റൂമില്? ഞാൻ ഇല്ലാത്ത സമയത്ത് നീ നിന്റെ കാമുവിനെ കയറ്റി ഒളിപ്പിച്ചിരിക്കുകയാണല്ലേ? അവന് ഞാനിന്ന് ബാത്റൂമിൽ നിന്ന് ഇവിടെ വലിച്ചിട്ട് അവന്റെ പന്തം നിന്റെ മുമ്പിൽ വെച്ച് കുത്തിക്കയറും. എന്നെ ചതിക്കുന്നതാണ്. ചേച്ചി